ശബരിമല സംഘടിത കവർച്ചയിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കി ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ. സ്വർണ്ണത്തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്ന്. കട്ടിലപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകിയത് പത്മകുമാറാണ്. 2019 ഫെബ്രുവരിയിലായിരുന്നു ഇടപെടലെന്നും SIT-യുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്വന്തം കൈപ്പടയിലുള്ള കുറിപ്പാണ് പത്മകുമാറിന് കുരുക്കായത്. സ്വർണ്ണക്കവർച്ചയുടെ ബുദ്ധികേന്ദ്രം പത്മകുമാർ എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിലേക്ക് കൂടിയാണ് മൊഴികളിൽ അധികവും എത്തി നിൽക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട്. ആദ്യം പ്രജിത് മോഹനിലേക്കാണ് പോകുന്നത്. പ്രജിത്ത്, അങ്ങേയറ്റം നിർണായകമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ. ഈ സംഘടിത കവർച്ചയിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്നു. CPM-ന്റെ മുതിർന്ന നേതാവാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് SIT വ്യക്തമാക്കുന്നത്? നീലിമ, ഈ ഒരു ഗൂഢാലോചനയുടെ തുടക്കത്തിൽ മുതൽ ഒടുക്കം വരെ പത്മകുമാർ ഇതിൽ പങ്കാളിയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ ആസൂത്രിതമായ ശ്രമം പത്മകുമാർ നടത്തി. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായവും നൽകണമെന്ന് മറ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളാക്കി മാറ്റുന്ന സാഹചര്യത്തിൽ ആ ഒരു ഉദ്യോഗസ്ഥലത്തിൽ നടന്ന നീക്കങ്ങളുടെ എല്ലാം അറിവ് അല്ലെങ്കിൽ എല്ലാം നിർദ്ദേശം നൽകിയത് അതെല്ലാം പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപ്പിലാക്കിയത്. പിന്നീട് പത്മകുമാർ തന്നെ ഒരു തവണ ഈ കൃത്രിമമായി രേഖ ചമയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അജണ്ടയിലാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പാളികൾ എന്ന് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതി നിന്നത്. അങ്ങനെ സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികളാക്കി മാറ്റിയ ഗൂഢാലോചനയിൽ പത്മകുമാറിന്റെ കൃത്യമായ പങ്ക്, പത്മകുമാറിന്റെ ഇടപെടലുള്ള കൃത്യമായ തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇനി ഈ സ്വർണ്ണക്കവർച്ചയുടെ ഒരു നാൾ വഴികളിലേക്ക് വരുമ്പോൾ ആദ്യമായി ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള നീക്കം ആരംഭിക്കുന്നതും തീരുമാനമെടുക്കുന്നതുമെല്ലാം പത്മകുമാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ആദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഇങ്ങനെയൊരു വിഷയം അറിയിക്കുന്നത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു സ്പോൺസറുണ്ട്, ഇയാൾ വഴി ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശാം എന്നുള്ള ഒരു കാര്യം ദേവസ്വം ബോർഡിനെ പത്മകുമാർ അറിയിക്കുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് ദേവസ്വം ബോർഡ് മാത്രമായി തീരുമാനമെടുക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും, ഒപ്പം ഇതിൽ ഒരു അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള ഒരു പൊതുവായ ഒരു തത്വത്തിലൊരു തീരുമാനം വരുന്നു. ആ തത്വത്തിലുള്ള തീരുമാനം വന്നതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു അപേക്ഷ കിട്ടുന്നു. ആർക്ക്? സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക്. ഈ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ നേരെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇവിടെ നിന്നാണ് മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഫയൽ നീക്കമടക്കമുള്ളവ ആരംഭിക്കുന്നത്. അതിൽ മുരാരി ബാബു തൊട്ട് N. വാസു വരെയുള്ളവരുടെ നേതൃത്വത്തിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്ന ആദ്യ കൃത്രിമം ആരംഭിക്കുന്നു. ഈ കൃത്രിമം ആരംഭിക്കുകയും ഇതിനനുസരിച്ച് ഈ ഫയലുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ബോർഡ് യോഗത്തിൽ അജണ്ടയിൽ തന്നെ പത്മകുമാർ നേരിട്ട് സ്വന്തം കൈപ്പടയിൽ തിരുത്തൽ വരുത്തുന്നു. എന്ന് സ്വർണ്ണപ്പാളികളല്ല, മറിച്ച് ചെമ്പ് പാളികൾ എന്നുള്ളത്. അങ്ങനെ സ്ഥലത്ത് രണ്ട് സമയങ്ങളിലായി ഉദ്യോഗസ്ഥ തലത്തിലും ബോർഡ് ഭരണസമിതിയുടെ തലത്തിലും ഈ സ്വർണ്ണപ്പാളികളെ ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ തട്ടിപ്പിനൊടുവിലാണ് ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഈ തിരിമറി അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പത്മകുമാർ ഒരു തിരിമറിയും നടത്തുന്നു. അതിനുശേഷം ഈ ബോർഡ് യോഗത്തിൽ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനവും ഉണ്ടാകുന്നു. ഇതിനൊപ്പം തന്നെയാണ് ഒന്ന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം പത്മകുമാർ നൽകിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സഹായങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള എല്ലാ ഘട്ടങ്ങളിലും പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായിരുന്നു. അങ്ങനെ N. വാസു മുതൽ മുരാരി ബാബു മുതൽ N. വാസു വരെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലും ഒപ്പം ദേവസ്വം ബോർഡ് തലത്തിലും കൃത്യമായ ഗൂഢാലോചന നടന്നതിന് തെളിവുകൾ, അതിൽ മറ്റു ചില തെളിവുകൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പത്മകുമാർ തിരുത്തൽ വരുത്തിയ, അല്ലെങ്കിൽ പത്മകുമാർ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ സ്വന്തം കൈപ്പടയിലുള്ള ആ അജണ്ട യോഗത്തിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ നിന്നുള്ള ഭാഗമാണ് ഇത്. ഈ രേഖകൾ കണ്ടെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയാണ് ഈ രേഖകൾ പിടിച്ചെടുത്തതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ആദ്യഘട്ടത്തിൽ ഈ ഡോക്യുമെന്റുകളൊന്നും വിട്ടു നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്, ഈ രേഖകൾക്കപ്പുറത്തേക്ക് ഈ മുരാരി ബാബു മുതൽ N. വാസു വരെയുള്ള എല്ലാവരുടെയും മൊഴികളിലും കൃത്യമായി
പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി രേഖപ്പെടുത്തിയതെന്നുള്ള മൊഴി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പത്മകുമാർ ഇക്കാര്യത്തിൽ വളരെ പ്രത്യേകപ്പെട്ട് ഒരു താല്പര്യമെടുക്കുന്നതിന് പിന്നിൽ ഒരു ചേതവികാരം കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. റിമാൻഡ് റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നില്ല എങ്കിൽ കൂടി ഇതും കൂടി ചരിത്രമാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനാണ് ഇത്തരത്തിൽ ഒരു കത്തയക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ സ്വർണ്ണപ്പാളികൾ ഒന്നുകൂടി തിളക്കമുള്ളതാക്കി കൊണ്ടുവന്ന് തരാം എന്ന് പറയുന്ന ഒരു ഉത്തരവ് കത്തയക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അങ്ങനെ നോക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ സമ്മർദ്ദം പത്മകുമാറിന്റെ മേൽ വളരെ കൃത്യമായി ഉണ്ടായി എന്നല്ലേ നമുക്ക് ഈ ഘട്ടത്തിൽ ഊഹിക്കേണ്ടത്. കാരണം 2019 ചേർന്ന ദേവസ്വം ബോർഡിൽ പത്മകുമാർ ഈ വിഷയം അവതരിപ്പിക്കുകയും പക്ഷേ ഏകപക്ഷീയമായി ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർക്ക് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൊടുക്കാൻ കഴിയില്ല എന്ന തീരുമാനം ബോർഡ് ഏകകണ്ഠമായി കൈക്കൊള്ളുകയാണ്. അപ്പോൾ ബോർഡിന്റെ എതിർപ്പും മറികടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെ ഈ പാളികൾ കൊടുത്തുവിടണം എന്നുള്ളത് വളരെ കൃത്യമായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെ അവരുടെ നിർദ്ദേശാനുസരണം പത്മകുമാർ ചെയ്തു എന്നല്ലേ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത് പ്രജിത്ത്? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. കാരണം ഒന്ന്, ദേവസ്വം ബോർഡിൽ നിന്ന് നേരിട്ട് ഇത് നടക്കാത്ത സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു അപേക്ഷ വരുന്നു. ആ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിനെ വിട്ടു നൽകുന്ന സമയത്ത് അതിനൊരു ശുപാർശയുടെ സ്വഭാവം കൂടി ഉണ്ട് എന്നുള്ളത് കാണാതിരിക്കാനാകില്ല. അങ്ങനെ ദേവസ്വം മന്ത്രിയുടെ ശുപാർശയിൽ വന്നൊരു കത്ത് അല്ലെങ്കിൽ ഒരു അപേക്ഷ എന്ന നിലയിലാണ് ദേവസ്വം ബോർഡിൽ ഇത് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി പത്മകുമാറിന് ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചന സ്വർണ്ണക്കവർച്ചയിൽ നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ തന്നെ തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ അതിൽ ഏകദേശം ഉന്നതരായിട്ടുള്ള വ്യക്തികൾ പങ്കാളികളായി എന്നുള്ള കാര്യത്തിൽ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ദേവസ്വം മന്ത്രിയുടെ പങ്കും ഇതിൽ സംശയിക്കപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നുണ്ട് പൊതുസമൂഹത്തിൽ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ ശബരിമലയിലെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ആളുകൾ അവർക്ക് ശബരിമലയിലെ സ്വത്ത്, അയ്യപ്പന്റെ സ്വത്ത് അടിച്ചു മാറ്റുന്നതിനും ആ കൂട്ടായ്മ ഉണ്ടാകാം എന്നുള്ള ഒരു സംശയം പൊതുസമൂഹത്തിനിടയിൽ നിലനിൽപ്പുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാർ കൃത്യമായി ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു ഇത്രയും നാൾ തുറന്നു പറയാത്തൊരു കാര്യം കൃത്യമായി പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു മൊഴിയായി നൽകുമ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരും തനിക്കൊപ്പം ഇതിൽ പങ്കാളികളാണ് എന്നുള്ള കാര്യം കൂടിയാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. സ്വാഭാവികമായും പത്മകുമാറിന്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ചിലത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, പത്മകുമാർ വരേണ്ട ഒരു 1.5 മാസം മുൻപാണ് നമ്മൾ ദൈവതുല്യരായി കാണുന്ന ആളുകൾ പോലും ഇതിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഉയർത്തിയത്. അന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു, ആരാണ് പത്മകുമാർ ദൈവതുല്യനായി കാണുന്ന വ്യക്തി ആര് എന്നുള്ളത്. അങ്ങനെ ദൈവതുല്യനായി കാണുന്ന ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പത്മകുമാറിന് അന്നേ അറിയാമായിരുന്നു എന്നുള്ളതിനാണ് ഈ മൊഴി അല്ലെങ്കിൽ അന്നത്തെ ആ മാധ്യമങ്ങളോടുള്ള പ്രതികരണം തെളിയിക്കുന്നത്. അതിനുശേഷമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് അല്ലെങ്കിൽ അപേക്ഷ ദേവസ്വം ബോർഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞു വെക്കുമ്പോൾ താൻ തനിച്ചല്ല, തനിക്കൊപ്പമുള്ളത് ആരൊക്കെയാണ് എന്നുള്ളത് കാര്യത്തിൽ കൂടിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ അപ്പോൾ കടകംപള്ളി കൂടി ചോദ്യമുനയിലേക്ക് വരേണ്ട അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഐസൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഐസൻ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പത്മകുമാറിനെതിരായ ആരോപണങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ പത്മകുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്? നീലിമ, റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം വളരെ കൃത്യമായ ചില ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത് ദേവസ്വം മാനുവൽ വോളിയം 2 ചാപ്റ്റർ 9 പ്രകാരമുള്ള 9 23 പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ക്ഷേത്ര സ്വത്തുക്കളൊന്നും തന്നെ പുറത്തുപിടിക്കുക, വിലപിടിപ്പുള്ള ക്ഷേത്ര മുതലുകൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് കൃത്യമായ വ്യവസ്ഥ എഴുതി ചേർത്തിരിക്കുന്ന ദേവസ്വം മാനുവൽ കൃത്യമായി ലംഘിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനമായും ഒരു കുറ്റകൃത്യമായി. ആദ്യം തന്നെ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഘടകം, അതായത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്ന് എഴുതുന്നതിന് പകരം അത് മാറ്റി ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തത് സ്വന്തം കൈപ്പടയിലാണ് എന്നതും മറ്റൊരു ഗൗരവമേറിയൊരു വിഷയമാണ്. അതായത് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലും അതുപോലെ തന്നെ മറ്റു ശില്പങ്ങളിലുമൊക്കെയുള്ള ഈ ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളികളുടെ മുകളിൽ ചെമ്പുപാളികളുടെ മുകളിൽ സ്വർണം പൂശിയിരിക്കുന്നത്, ക്ലാഡിങ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിനെ അറിയാമായിരുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്
വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലായാലും ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലായാലും കൃത്യമായി പറയുന്നുണ്ട് ഈ 2 പേർക്കും ഈ സ്വർണം പൊതിഞ്ഞിട്ടുള്ളതാണ് ഈ ഘടകഭാഗങ്ങളെല്ലാം എന്ന് തന്നെ കൃത്യമായി എറിഞ്ഞിരുന്നിട്ടും ആ ബോർഡിൽ അത് ചെമ്പുപാളി എന്നാക്കി മാറ്റി അത് സ്വർണം പൊതിഞ്ഞ് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൃത്യമായും അത് ചെമ്പുപാളി എന്ന് തിരുത്തി എഴുതി എന്നാണ് പത്മകുമാറിനെതിരെ ഉണ്ടായിരിക്കുന്ന കൃത്യമായ ഒരു ആരോപണം. അത് മിനിറ്റ്സ് എല്ലാം തന്നെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. മിനിറ്റ്സിൻ്റെ വിവിധ രേഖകൾ ഹാജരാക്കപ്പെടുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ ഈ 2019 ഈ പ്രവർത്തനം നടത്തി വീണ്ടും 2024 ഇതേ സംഭവം ആവർത്തിക്കുകയായിരുന്നു. അതായത് സ്വർണം അന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണം കൃത്യമായും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നതിനെ അതേ സ്പോൺസറുടെ കൈവശം തന്നെ കൊടുത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു. ഇതിലും ഒരു പക്ഷേ പത്മകുമാറിൻ്റെ ഗൂഢാലോചന ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. അത്തരത്തിൽ 2 തരത്തിൽ അപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി 2ാം തവണയും അത്തരമൊരു സ്വാധീനം ചെലുത്തിയിരിക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നേരത്തെ അതായത് ചെമ്പുപാളികൾ സ്വർണം പൊതിഞ്ഞ അല്ലെങ്കിൽ ക്ലാഡിംഗ് ചെയ്ത ചെമ്പുപാളികൾ എന്ന് കൃത്യമായി എഴുതുന്നതിന് പകരം എഴുതി വെച്ചത് തിരുത്തി ചെമ്പുപാളികൾ എന്ന് മാത്രമാക്കി മാറ്റുകയും അതിൽ സ്വർണം പൂശുന്നതിന് അതായത് സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നതിനുള്ള അനുമതി നൽകി അത് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത കൃത്യമായി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അത് ഓരോ ഘട്ടത്തിലും രേഖകളിൽ ഇത്തരത്തിലുള്ള കൃത്രിമത്വം വരുത്തുന്നു, ഈ മാനുവലിൻ്റെ ലംഘനം കൃത്യമായി നടത്തുന്നു, ഇത് പുറത്തു കൊണ്ടുപോകാനുള്ള ഒരു മൗനാനുവാദം നൽകുന്നു, അത് ഉദ്യോഗസ്ഥരെ കൊണ്ട് അതിനെ സംബന്ധിച്ച അനുബന്ധ ഉത്തരവ് തയ്യാറാക്കുന്നതിനുള്ള മിനിറ്റ്സ് പശ്ചാത്തലം അദ്ദേഹം ഈ ബോർഡ് മിനിറ്റ്സിൽ കൃത്യമായി എഴുതി ചേർക്കുകയും അതിനനുബന്ധമായ ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് കൃത്യമായും റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് സ്വർണം പൊതിഞ്ഞതാണ് ഈ പാളികൾ എന്ന് കൃത്യമായി അറിയാവുന്ന എൻ വാസുവും പത്മകുമാറും ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചനയുടെ സ്വഭാവമുള്ള ഇടപെടൽ നടത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ വിഷയങ്ങൾ ഉയർന്നു വരുന്നതും കടകംപള്ളി സുരേന്ദ്രനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നേരിട്ട് പരിചയക്കാരാണ് എന്ന അല്ലെങ്കിൽ അറിവുള്ളവരാണ്, പരസ്പരം സൗഹൃദമുള്ളവരാണ് എന്നൊരു വസ്തുത പുറത്തു വരുമ്പോൾ അത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തയക്കുന്നതിന് വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നിരിക്കാമെന്ന് തന്നെയാണ് സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായും ദേവസ്വം മാനുവലിൻ്റെ കൃത്യമായ മാനദണ്ഡം ലംഘിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സ്വർണ്ണപ്പാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ, സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. സ്വർണം പൊതിഞ്ഞത് അല്ല എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് അത് സ്വർണം പ്ലേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിനും ആ സാഹചര്യം ഒരുക്കുന്നതിനും കൃത്യമായ ഒരു ഇടപെടൽ നടത്തി എന്നാണ് പത്മകുമാറിൻ്റെ നേരെ എത്തിയിരിക്കുന്ന കൃത്യമായ ഒരു നിലപാട്.